അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്താണ് പഠിച്ചിരുന്നത്? पिछले सबक में हम क्या पढ़े हैं? एक अक्लमंद किसान और एक राजा की कहानी पढ़ रहे थे, है ना? ഒരു രാജാവിൻ്റെയും ഒരു ബുദ്ധിമാനായ കർഷകൻ്റെയും കഥയുമാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ അവരുടെ സംഭാഷണത്തിനിടയിലാണ് നമ്മൾ ക്ലാസ് നിർത്തിയത്. രാജാവ് ചോദിച്ചു വെച്ചത് എന്താണ്? അച്ഛാ, 1 रुपया रोज तो फिर तुम इस 1 रुपया का क्या करते हो? രാജാനെ പൂച്ച. രാജാവ് ചോദിച്ചു, ഓരോ ദിവസവും ഓരോ രൂപ നിനക്ക് ലഭിക്കുന്നുണ്ടല്ലേ, അപ്പോൾ നീ ഈ ഓരോ രൂപ എങ്ങനെയാണ് നീ ചെലവഴിക്കുന്നത് എന്നാണ് രാജാവ് ചോദിച്ചത്. തോഫിർത്തും ഇസ് 1 रुपया का क्या करते हो? നീ ഓരോ രൂപ കൊണ്ട് എന്താണ് ഓരോ ദിവസവും കാണിക്കുന്നത്, എങ്ങനെയാണ് ചെലവഴിക്കുന്നത് എന്നാണ് രാജാവ് ചോദിക്കുന്നത്. അതിനുശേഷം ശ്രദ്ധിക്കൂട്ടോ. इंशाअल्लाह मैं गुंजाइश करता हूँ कि आप लोग सब लोग मेरी आवाज़ सुन रहे हैं और से सुन रहे हैं. इंशाअल्लाह നിങ്ങളെല്ലാവരും എൻ്റെ വാക്ക് ശ്രദ്ധയോടെ കേൾക്കുന്നുണ്ടാകുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. जी, इस 1 रुपया में 4 आने तो रोज़ खा लेता हूँ. 4 आने का कर्ज उतारता हूँ और 4 आने कर्ज में देता हूँ. अब बाकी बचे 4 आने तो उन्हें कुएं में फेंक देता हूँ. വളരെ വിചിത്രമായ ഒരു മറുപടിയാണ് ഈ കർഷകൻ രാജാവിനോട് പറഞ്ഞത്. രാജാവിനോട് പറഞ്ഞത് എന്താണ്? കർഷകൻ പറയാണ്, ജി അതെ, ഇസ് 1 रुपया में 4 आने तो रोज़ खा लेता हूँ. ഈ 1 രൂപയിൽ നിന്ന് 4 അണ ദിവസവും ഞാൻ ഭക്ഷണമായി കഴിക്കാൻ. ഖാ ലേത്താ ഹൂ, ഞാൻ ഭക്ഷിക്കുന്നു. 4 ആനെ, അടുത്ത 4 അണ കറസ് ഉത്താർത്താ ഹൂ, ഞാൻ എൻ്റെ കടം വീട്ടുന്നു. അടുത്ത 4 അണകൾ കൊണ്ട് ഞാൻ കടം വീട്ടുന്നു. ഓർ 4 ആനെ കറസ് ദേത്താ ഹൂ, 4 അണ ഞാൻ മറ്റുള്ളവർക്ക് കടം കൊടുക്കുകയും ചെയ്യുന്നു. അബ് ബാക്കി ബച്ചെ 4 ആനെ, ഇനി ഇവിടെ അവശേഷിക്കുന്ന, ബാക്കി ബച്ച എന്ന് പറഞ്ഞാൽ റിമൈനിങ്, അവശേഷിക്കുന്ന 4 ആനെ, 4 അണകൾ. ഇവിടെ 4 അണ എന്തായി? ദിവസവും ഭക്ഷണമായി കഴിക്കുന്നു. 4 അണ കടം കൊടുക്കുന്നു. 4 അണ കടം വീട്ടുന്നു. കറസ് ഉത്താർന, കടം വീട്ടുക. കറസ് ദേന, കടം കൊടുക്കുക. കറസ് എന്നുള്ള അറബി പദം തന്നെയാണത്. അങ്ങനെ ഇവിടെ അവശേഷിക്കുന്ന 4 അണ അദ്ദേഹം കുവേമേ ഫേങ്ക് ദേത്താ ഹൂ, അഥവാ കിണറ്റിൽ എറിയുന്നു. കുൻവേ എന്നെഴുതിയിട്ട് കുവേ എന്ന് വായിക്കണം. എന്താണ് അതിൻ്റെ അർത്ഥം? കിണർ എന്നാണ് അതിൻ്റെ അർത്ഥം. കിണറിൽ എറിയുന്നു. ഇത് കേട്ട രാജാവ് ആകെ അത്ഭുതപ്പെടുകയാണ്. രാജ കിസാൻ കി ബാത് സുൻകർ ഹൈറാൻ ഹുവ. രാജാവ് കർഷകൻ്റെ ഈ സംസാരം കേട്ട് അത്ഭുതപ്പെട്ടുപോയി, പരിഭ്രാന്തനായിപ്പോയി. ഉസ്സെ പൂച്ച, രാജാവ് കർഷകനോട് ചോദിക്കാണ്, मैं तुम्हारी बात का मतलब नहीं समझा. കർഷകൻ്റെ സംസാരത്തിൻ്റെ ഉദ്ദേശം എനിക്ക് മനസ്സിലായിട്ടില്ല എന്ന് രാജാവ് കർഷകനോട് പറയും. മുझे उसका मतलब बताओ, എനിക്ക് നീ പറഞ്ഞതിൻ്റെ ഉദ്ദേശമൊന്ന് പറഞ്ഞു തരുമോ എന്ന് രാജാവ് കർഷകനോട് ചോദിക്കണം. കിസാനെ ഹാത്ത് ജോഡ്കർ കഹാ. രാജാവ് പറഞ്ഞ പാടെ കർഷകൻ പറയാണ്. ആ കർഷകൻ കൈ കെട്ടിയിട്ട്, ഹാത്ത് ജോഡ്കർ, കൈ കെട്ടിയിട്ട് മറുപടി പറയാണ്. രാജാവിനോട് മറുപടി പറയാണ്. കിസാനെ ഹാത്ത് ജോഡ്കർ കഹാ. കർഷകൻ കൈ കെട്ടിയിട്ട് മറുപടി പറഞ്ഞു. എന്താണ് പറഞ്ഞത്? ഹുസൂർ, രാജാവേ, ഇസ്കാ മത്ലബ് യേ ഹേ, ഇതിൻ്റെ ഉദ്ദേശം ഇതാണ്, കെ 4 ആനെ ജോ ഖാത്താ ഹൂ, ഞാൻ ദിവസവും 4 അണ കഴിക്കുന്നു എന്ന് പറഞ്ഞല്ലോ, അതിൻ്റെ ഉദ്ദേശം എന്താണ്? वो तो मेरे ऊपर और मेरी बीवी पर खर्च होते हैं. അത് എനിക്കും എൻ്റെ ഭാര്യയ്ക്കും ചെലവാകുന്നു എന്നാണ്
ആ പറഞ്ഞതിൻ്റെ ഉദ്ദേശം. പിന്നെ ചാർ ആനെ ജോ കറസ് ഉത്താർത്താഹും, അടുത്തതായി ഞാൻ പറഞ്ഞത് എന്താണ്? 4 അണ ഞാൻ എൻ്റെ കടം വീട്ടുന്നു എന്ന് പറഞ്ഞ ആ 4 അണ കൊണ്ട് കടം വീട്ടുന്ന 4 അണ എന്നതിൻ്റെ ഉദ്ദേശം എന്താണ്? ഇസ്കാ മത്ലബ് ഹേ, ഇതിൻ്റെ ഉദ്ദേശം എന്താണ്? കെ 4 ആനെ മേ അപ്നെ മാ ഓർ ബാപ്പ് പർ ഖർച്ച് കർത്താ ഹൂം, അത് എൻ്റെ ഉമ്മാക്കും എൻ്റെ ഉപ്പാക്കും വേണ്ടിയിട്ട് ചെലവഴിക്കുന്ന 4 അണകളാണ് ഞാൻ എൻ്റെ കടം വീട്ടുന്നു എന്ന് പറഞ്ഞതുകൊണ്ടുള്ള ഉദ്ദേശം. എന്താ, അവർക്കെന്താ കടമുണ്ടോ? കടമുണ്ട്. ഉന്നോനെ മുझे പാൽനെ പോസ്നെ പർ ഖർച്ച് കിയാ था, അവർ എന്നെ വളർത്താൻ, എന്നെ പോറ്റി വളർത്താൻ അവർ ചെലവാക്കിയിരുന്നു. ആ ചെലവാക്കിയ കടം ഞാൻ എന്താക്കുന്നു? ഖർസ് ഉത്താർത്താ ഹൂം. മേ റോസ് റോസ് इसी 1 रुपये से 4 आने उनको देकर मेरा ഖർസ് ഉത്താർത്താ ഹൂം. ദിവസവും എനിക്ക് ലഭിക്കുന്ന ഈ 4 അണയിൽ നിന്ന്, ഈ 1 രൂപയിൽ നിന്ന് 4 അണ അവർക്ക് ദാനം ചെയ്തുകൊണ്ട്, അവർക്ക് കൊടുത്തുകൊണ്ട് ഞാൻ എൻ്റെ കടം വീട്ടുകയും ചെയ്യുന്നു. പാൽന പോസ്ന, പാൽന പോസ്ന രണ്ടും ഒരേ അർത്ഥത്തിന് തന്നെയാണ്. പാൽന പോസ്ന രണ്ടും മിക്സ് ആക്കിയിട്ട്, ജോഡി ആക്കിയിട്ടും വരും. അതിൻ്റെ അർത്ഥം എന്താണ്? പർവരിഷ്കർണ, പർവരിഷ്കർണ അഥവാ പരിപാലിക്കുക, പോറ്റുക, വളർത്തുക എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥം. उन्होंने मुझे पालने और पोसने पर जो खर्च किया था मुझ पर ഖർസ് है, वो मुझ पर ഖർസ് है. അവർ എന്നെ പരിപാലിക്കാൻ വേണ്ടി ചെലവഴിച്ചതെല്ലാം, എന്നെ പോറ്റാൻ വേണ്ടി ചെലവഴിച്ചതെല്ലാം അത് എൻ്റെ മേൽ കടമാണ്. 4 ആനെ ജോ ഖർസ് ദേത്താ ഹൂം, ഞാൻ കടമായി കൊടുക്കുന്ന ആ 4 അണയുണ്ടല്ലോ, വോ മൈ അപ്നെ ബച്ചോം പർ ഖർച്ച് കർത്താ ഹൂം, അത് ഞാൻ എൻ്റെ മക്കൾക്ക് വേണ്ടി ചെലവഴിക്കുന്ന ആ 4 അണയാണ് ഞാൻ ഉദ്ദേശിച്ചത്. താക്കെ എന്തുകൊണ്ടെന്ന് വെച്ചാൽ, താക്കെ എന്തുകൊണ്ടെന്ന് വെച്ചാൽ, അല്ലെങ്കിൽ എന്തിനെന്ന് വെച്ചാൽ, ജബ് ബൂഢാ ഹോ ജാവും തോ വോ മേരി ഖിദ്മത്ത് കർ സകേൻ, എന്തിനെന്ന് വെച്ചാൽ അവർക്ക് വേണ്ടി ഞാൻ ഇപ്പോൾ ചെലവഴിച്ചാൽ മാത്രമേ ഞാൻ ജബ് ബൂഢാ ഹോ ജാഹും, അഥവാ എൻ്റെ മേരാ ബൂഢാപ്പന്മേ, എൻ്റെ വയസ്സുകാലത്ത് അവർ എനിക്ക് വേണ്ടി സേവനം ചെയ്യുകയുള്ളൂ, എനിക്ക് വേണ്ടി അവർ ഖിദ്മത്ത് ചെയ്യുകയുള്ളൂ. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നു? ദിവസവും അവർക്ക് കടം കൊടുക്കുന്നു. 4 ആനെ ജോ കുവേ ഫേങ്ക്താ ഹൂം, ഞാൻ ദിവസവും 4 അണ കിണറ്റിലെറിയാറുണ്ട് എന്ന് പറഞ്ഞല്ലോ. ഉസ്കാ മത്ലബ് ഹേ കെ മേ ഇത്നാ ഖൈറാത്ത് കർത്താ ഹൂം, ഞാൻ അതിൻ്റെ ഉദ്ദേശം എന്താണ്? 4 ദിവസവും 4 അണ കിണറ്റിൽ എറിയുന്നു എന്ന് പറഞ്ഞാൽ എന്താണ് അതിൻ്റെ ഉദ്ദേശം? മേ ഇത്നാ ഖൈറാത്ത് കർത്താ ഹൂം, ദിവസവും 4 അണ കൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നു? ദാനം ചെയ്യുന്നു, മറ്റുള്ളവർക്ക് ദാനം ചെയ്യുന്നു. ഖൈറാത്ത് എന്ന് പറഞ്ഞാൽ ദാനങ്ങൾ എന്നാണ് അർത്ഥം. ദാനം ചെയ്യുന്നു എന്നാണ് അതിൻ്റെ ഉദ്ദേശം. രാജ ഈ ജവാബ് സുൻകർ ബഹുത് ഖുശ് ഹുവാ, രാജാവ് കർഷകൻ്റെ ഈ മറുപടി കേട്ടിട്ട് വളരെ ബഹുത് ഖുശ് ഹുവാ, വളരെ സന്തുഷ്ടനായി. ഉസ്നെ കിസാൻ കോ ഇൻആം ദിയ, രാജാവ് അന്നേരം കർഷകന് സമ്മാനങ്ങൾ നൽകി. സമജ്തേന, ഞാൻ പറയുന്നത് മനസ്സിലാവണില്ലേ? കിസാൻ കോ ഇൻആം ദിയ, ഇൻആം പ്രൈസ്, തുഹ്ഫ എന്നൊക്കെ പറയാം. ഇൻആം തുഹ്ഫ, സമ്മാനം നൽകി. ഓർ കഹ, എന്നിട്ട് പറയാണ്, ദേഖോ നോക്കൂ, ജബ് തും മേരാ മുഹ് 100 ബാർ ന ദേഖ്ലോ, 100 തവണ എൻ്റെ മുഖം കാണാത്ത സമയം അത്രയും. ദേഖോ ജബ് തും മേരാ മുഹ് 100 ബാർ ന ദേഖ്ലോ, എൻ്റെ മുഖം 100 തവണ കാണാത്ത അത്രയും സമയം. ഇസ് ബാത് കോ കിസിക്കോ ന ബതാന, ഈ കാര്യം ആരോടും നീ പറഞ്ഞു കൊടുക്കരുത് എന്ന് കർഷകനോട് രാജാവ് കരാറ് ചെയ്യാൻ. അന്നേരം കിസാനെ വാദ കർലിയ, കർഷകനും ആ കരാറ് സ്വീകരിച്ചു.
കരാർ ചെയ്തു. വാദ കർണ കരാർ ചെയ്യുക. രാജ അപ്നെ മുഹൽ വാപ്പസ് ചല ആയ. രാജാവ് അങ്ങനെ ആ സംസാരത്തിന് ശേഷം രാജാവ് തൻ്റെ കൊട്ടാരത്തിലേക്ക് വാപ്പസ് ചല ആയ, അഥവാ രാജാവ് കൊട്ടാരത്തിലേക്ക് തിരിച്ചുപോയി. അഖിലേദിൻ, അടുത്ത ദിവസം ഉസ്നെ, രാജാവ് ഈ ബാത് ദർബാരിയോ കോ ബത്തായി, ഈ സംസാരം അവിടുത്തെ ദർബാറിലുണ്ടായിരുന്ന മന്ത്രിമാരോട്, ദർബാറിലുണ്ടായിരുന്ന രാജാവിൻ്റെ വിശിഷ്ട ആളുകളോടൊക്കെ ഇത് പങ്കുവച്ചു. ഇത് പറഞ്ഞു. ദർബാരി എന്ന് പറഞ്ഞാൽ ദർബാറിൽ രാജാവിൻ്റെ സന്നിധാനത്തിൽ സവിധത്തിൽ നിൽക്കുന്ന വിശിഷ്ട ആളുകൾ, അതാണ് ദർബാരി എന്ന് പറഞ്ഞത്. ദർബാരിയോ കോ ബത്തായി ഓർ ഉസ്നെ സബ്സെ ഉസ്കാ മത്ലബ് പൂച്ച. രാജാവ് എല്ലാവരോടും ഈ കർഷകന്റെ സംസാരത്തിൻ്റെ ഉദ്ദേശം എന്താണ് എന്ന് ചോദിച്ചു. മഗർ കോയി ഭി ഉസ്കാ മത്ലബ് ന ബതാ സഖ. ആർക്കും ഇതിൻ്റെ ഉദ്ദേശം പറയാനേ സാധിച്ചില്ല. വസീർ ബഹുത് ഹോഷിയാർ ഥ. രാജാവിനൊരു മന്ത്രി ഉണ്ടായിരുന്നു. മന്ത്രി ബഹുത് ഹോഷിയാർ ഥ. ഹോഷിയാർ എന്നാൽ അക്കൽമന്ത്. ഹോഷിയാർ എന്നാൽ അക്കൽമന്ത്. വളരെ സമർത്ഥനായിരുന്നു, സ്മാർട്ടായിരുന്നു, ബുദ്ധിമാനായിരുന്ന. ഹോഷിയാർ സമർത്ഥൻ, അക്കൽമന്ത് സ്മാർട്ട്, സമർത്ഥൻ എന്നാണ് അതിൻ്റെ അർത്ഥം. മന്ത്രി വളരെ സമർത്ഥനായിരുന്നു. ഉസ്നെ രാജാസെ കഹ. അദ്ദേഹം ആ രാജാവിനോട് പറയാണ്, സർക്കാർ, രാജാവേ എങ്കിൽ പ്രഭു എന്നൊക്കെ നിങ്ങൾ വിളിക്കണത് കേട്ടിട്ടില്ലേ? രാജാവേ, കൽ മേ ഉസ്കാ മത്ലബ് ആപ്കോ ബത്താ ദൂംഗ. രാജാവേ, ഞാൻ നാളെ ഇതിൻ്റെ ഉദ്ദേശം നിങ്ങൾക്ക് പറഞ്ഞു തരാം എന്ന് രാജാവിനോട് അദ്ദേഹം പറഞ്ഞു. വസീർ ഉസി ദിൻ ഉസ് കിസാൻ കെ പാസ് ഗയ. മന്ത്രി അതേ ദിവസം തന്നെ ആ കർഷകൻ്റെ അടുത്തേക്ക് പോവുകയാണ്. കർഷകനോട് സംസാരിക്കുന്നു. കർഷകനിൽ നിന്ന് എന്തു മറുപടി ലഭിക്കും? കർഷകന് രാജാവിൻ്റെ കരാർ ലംഘിക്കുമോ ഇല്ലയോ എന്ന് നമുക്ക് അടുത്ത വീഡിയോയിലൂടെ സംസാരിക്കാം. നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ സംസാരം ഇഷ്ടപ്പെട്ടു എന്ന് പ്രതീക്ഷിക്കുന്നു. നിങ്ങളെല്ലാവരും നിങ്ങൾക്ക് പുതുതായി ലഭിക്കുന്ന വാക്കുകളൊക്കെ എഴുതി വെച്ച് എനിക്ക് അതിൻ്റെ ഫോട്ടോ ഷെയർ ചെയ്യണമെന്ന് അപേക്ഷിക്കാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.